ഒരു പ്രൊജക്റ്റ് തീർന്നാൽ നമ്മളൊക്കെ കാണുന്നത് അതിലത്തെ മനോഹരമായ ഇൻറ്റീരിയേഴ്സാണ് അല്ലേ. അതിന് പിന്നിലത്തെ ഡിസ്കഷൻസ്, കോർഡിനേഷൻസ്, സ്ലീപ്ലെസ് നൈറ്റ്, പ്ലാനിങ് ഇതൊന്നും പലപ്പോഴും നമ്മൾ കാണാറില്ല അല്ലേ. ഹായ്, ഞാൻ ഷിജേഷ് കൃഷ്ണൻ, ഫൗണ്ടർ ആൻഡ് CEO ക്യാപ്ചർ ആർക്കിടെക്ചർ ആൻഡ് ഇൻറ്റീരിയേഴ്സ്. ഞാനിപ്പോഴുള്ളത് കൊച്ചി പാലാരിവട്ടത്തുള്ള Q1 നിപ്പോൾ മാളിൻ്റെ 4th ഫ്ലോറിലുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു മോഡേൺ ഓഫീസ് വെറും 41 ദിവസം കൊണ്ടാണ് ഡിസൈൻ ബിൽട്ട് രീതിയിൽ ക്യാപ്ചർ എക്സിക്യൂട്ട് ചെയ്തത്. 41 ദിവസം കൊണ്ട് ഈ ഒരു രീതിയിലൊരു ഓഫീസ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് റിയലി ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെക്കോർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്ത് ഓരോ ഏരിയ കാണിക്കുന്നതിലുപരി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എഫേർട്ട്, ചലഞ്ചസ്, ഇതിനൊക്കെ പ്രവർത്തിച്ച ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്ക് ത്രൂ ഡിസ്കഷൻ നടത്തുന്നതാണ് കുറച്ചും കൂടി മീനിങ് ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കോർ ടീമിലെ ആൾക്കാരുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻസ് നമുക്ക് നടത്താം. ഈ പ്രൊജക്റ്റിൽ ഫേസ് ചെയ്തൊരു പ്രധാന ചലഞ്ച് ടൈം ലൈൻ മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കറക്റ്റ് സമയത്തായിരുന്നു നമ്മൾ ബംഗാൾ ഇലക്ഷൻ വന്നത്. ബംഗാൾ തമിഴ്നാട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ വർക്കേഴ്സ് ആരും മടങ്ങി വന്നിരുന്നില്ല. എന്നിരുന്നാൽ കൂടിയും നമുക്ക് 100-ലധികം പണിക്കാരെ ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഷെഡ്യൂൾ പ്രകാരം തന്നെ സബ് കോൺട്രാക്ടേഴ്സിൻ്റെയും ആ ഷെഡ്യൂളിൻ്റെ ഒരു കോർഡിനേഷൻ പ്രകാരം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഈ വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് നമ്മളൊരു പ്രധാന വിജയം. BMH ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് ഡിസൈൻ മാത്രമല്ല പാരലലി നമ്മൾ പ്രൊഫഷണലിസം, ട്രസ്റ്റ് ആൻഡ് ഫങ്ഷനാലിറ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് നല്ല രീതിയിൽ പ്ലാനിങ്ങിലും കളേഴ്സിലും ഡിസൈനിലും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രൊജക്റ്റിലെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ടൈം ലൈൻ ആയിരുന്നു. ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ എക്സിക്യൂഷൻ, MEP കോർഡിനേഷൻ എന്നിവയെല്ലാം നമ്മൾ പാരലലി കൺസിഡർ ചെയ്യേണ്ടി വന്നു. BMHൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്ത MEP സർവീസ്, HVAC, IT, പ്ലംബിങ്, ഫയർ ഫൈറ്റിംഗ്, ഇത്രയും സർവീസുകളാണ് നമ്മൾ MEPയുടെ ഭാഗമായിട്ട് ചെയ്തത്. നമ്മൾക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ടൈം ലൈൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം MEPയുടെ ഓരോ എക്യുപ്മെൻറ്റ്സും ഏതാണ്ട് ഒരു 45 to 50 ഡേയ്സ് ലീഡ് ടൈമുള്ള എക്യുപ്മെൻറ്റ്സാണ്. ഈ ഒരു ഓഫീസ് സ്പേസിൻ്റെ ബേസിക് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രം ദ സൗത്ത് സൈഡ് നമ്മളൊരു എക്സിക്യൂട്ടീവ് ലോഞ്ച് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഏരിയ, പിന്നെ സെൻട്രലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വർക്ക് സ്റ്റേഷൻ ഏരിയ, പിന്നെ ഒരു നോർത്ത് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി സെമി കാഷ്വൽ ഏരിയ ഉള്ള രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനീഷ്യലി ഈ സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫോക്കൽ പോയിന്റ് ഫസ്റ്റ് തന്നെ പോയത് ഈസ്റ്റ് സൈഡിലുള്ള കുറച്ച് ആ വിൻഡോസ് ഏരിയാസിലായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ വിൻഡോ സൈഡിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അതായത് ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൊരു ഏരിയ. അതുകൊണ്ട് നമ്മളവിടെ ഒരു പർട്ടിക്കുലർ ലോഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ് കൊടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ലോഞ്ച് കൺസെപ്റ്റിലോട്ട് എത്തിയത്. നമ്മൾ പ്രൊജക്റ്റ് വരുന്നത് Q1 മാളിൻ്റെ 4th ഫ്ലോറിലായിരുന്നു. Q1 മാളിൽ ഒരു 20-ലധികം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു മാളാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ടൈമിൽ നമുക്ക് പകൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് സൗണ്ട് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഡ്രില്ലിങ് പോലുള്ള ആക്ടിവിറ്റീസും മെയിൻ മെറ്റീരിയൽ ഷിഫ്റ്റിംഗ് നൈറ്റിൽ പ്ലാൻ ചെയ്താണ് നമ്മൾ ഈ വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയയിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഓൾറെഡി ഒരു ഓഫീസ് കം മാൾ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു ഇൻഫ്രാസ്ട്രക്ചറായിരുന്നു ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ഓഫീസായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പകൽ സമയത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നൈറ്റ് ടൈം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ സർവീസിലും മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സിനെ എൻഗേജ് ചെയ്തിട്ട് അവരെ വ്യക്തമായിട്ടുള്ള ഒരു കോർഡിനേഷൻസ് നമ്മൾ എൻഷുർ ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. കൃത്യമായിട്ട് നമ്മളൊരു മൈക്രോ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തു. ആ മൈക്രോ ഷെഡ്യൂളിൻ്റെ ബേസിസിൽ ഡെയിലി 2 റിവ്യൂ നടത്തി. മോർണിംഗ് ഒരു റിവ്യൂ, ഈവനിങ് ഒരു റിവ്യൂ. ഈ റിവ്യൂ നടത്തിയിട്ട് MEP വർക്ക്സ്, സിവിൽ വർക്ക്സ്, ജോയിനറി വർക്ക്സ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് കൃത്യമായി ഒരു ഷെഡ്യൂളിൻ്റെ ബേസിസിൽ ഡെയിലി പ്ലാൻ ചെയ്തിട്ടാണ് ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ പ്രൊജക്ട് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ സെലക്ഷനും പിന്നെ മൂഡ് ബോർഡ് ക്രിയേഷനും പിന്നെ ഡീറ്റെയിൽ ഡ്രോയിങ്സ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു. കൺസീവിങ് സ്റ്റേറ്റിൽ തന്നെ ആ ഒരു ചലഞ്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു കൗണ്ടർ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. KKR പോലെയുള്ള ഒരു ഗ്ലോബൽ ജെയിൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന BMH പോലെയുള്ള ഒരു ക്ലയൻറ്റിന് നമുക്ക് എപ്പോഴും മാർക്കറ്റിലുള്ള ഏറ്റവും പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്പേസിൻ്റെ ബേസിക് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെറ്റീരിയൽ സെലക്ഷനിൽ നമ്മൾ കുറച്ച് ഒരു മിനിമം ഇതാക്കിയിട്ടുണ്ട്, ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ മെറ്റീരിയൽസ് അകത്തോട്ട് കയറ്റിയിട്ടില്ല. സോ ദാറ്റ് ആ ഫുൾ സ്പേസിൽ നമ്മൾ
കുറച്ചുകൂടി സൂതിങ് വൈബ് അല്ലെങ്കിൽ സീംലെസ് ആയിട്ടുള്ള ഡിസൈൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഫുള്ള് പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. അതിൽ മറ്റൊരു ചലഞ്ചായിരുന്നത് IT-യുടെ എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് സ്വിച്ചുകൾ HP അരൂപ എന്ന് പറയുന്ന അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി സ്വിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച മീഡിയം എയർ ലിഫ്റ്റിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ടുവേർഡ്സ് ദ സൗത്ത് സൈഡ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഓഫ് ദ ഡിസൈൻ വിൽ ബി ദി ബോർഡ് റൂം. അതിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ വുഡും ഗ്രേ ഷെയ്ഡ്സിലോട്ടാണ് നമ്മൾ കൂടുതൽ ഡിസൈൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ ബോർഡ് റൂമിൻ്റെ ടേബിൾ നോക്കിയാലും സീലിംഗ് നോക്കിയാലും ദ ഫ്ലോർ നോക്കിയാലും അല്ലെങ്കിൽ ദ വാൾസ് നോക്കിയാലും വാൾസ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ എക്കോസ്റ്റിക് പാനൽസ് വിൽ ബി ഗ്രേ കളർ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വാൾസ് നോക്കുവാണെങ്കിൽ നമ്മൾ ലാമിനേറ്റ്സ് വുഡ് ഷെയ്ഡ്സിലോട്ടാണ് കൂടുതൽ പോയിട്ടുള്ളത്. കൂടുതൽ വൈബ്രൻറ്റ് അല്ലെങ്കിൽ പോപ്പ് കളേഴ്സ് നമ്മൾ കൂടുതൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് നമുക്ക് അട്രാക്ഷൻ കൂടുതൽ ഫങ്ഷണാലിറ്റിയിലോട്ട് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് നമ്മൾ ചെയ്തത്. ക്യാപ്ചറിനെ സംബന്ധിച്ചും പേഴ്സണലി എന്നെ സംബന്ധിച്ചും ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. 45 days പറഞ്ഞ ഈ പ്രോജക്റ്റ് വി വർ ഏബിൾ ടു കംപ്ലീറ്റ് വിത്തിൻ 41 days. ഇതൊരു വ്യക്തിയുടെ മാത്രം വിജയമല്ല. ടോട്ടൽ പ്രൊജക്റ്റ് എഞ്ചിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫാക്ടറി ടീം ഇവരെല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ്. 41 ഒരു സംഖ്യ മാത്രമാണ്. ഈ 41 ദിവസത്തിനിടയിൽ നടന്ന കമ്മിറ്റ്മെൻറ്റ്സ്, അതിനിടയിൽ നടന്ന പ്ലാനിങ്, കോർഡിനേഷൻ, ഇതെല്ലാമാണ് ഈ പ്രൊജക്റ്റിൻ്റെ യഥാർത്ഥ വിജയഗാഥ. നമ്മൾ ഇന്ന് ഈ ഓഫീസിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നടന്നു. ഡിസൈൻ ടീമിനോട് സംസാരിച്ചു, പ്രൊജക്റ്റ് ടീമിനോട് സംസാരിച്ചു, MEP ടീമിനോട് സംസാരിച്ചു. അവരഭിമുഖീകരിച്ചിരുന്ന ചലഞ്ച്, അതിനെ അവരെങ്ങനെ ഓവർകം ചെയ്തു എന്നൊക്കെ അവർ പറഞ്ഞു. അതൊക്കെ നമ്മൾ കേട്ടു. 41 ദിവസം കൊണ്ട് 10,000 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു ഓഫീസിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുക എന്ന് പറഞ്ഞത് റിയലി ഒരു ടാസ്ക് തന്നെയായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെയുണ്ട്, റിയൽ അപ്രീസിയേഷൻ. അതോടൊപ്പം തന്നെ ഞങ്ങളെ വിശ്വസിച്ച് ഈ പ്രൊജക്റ്റ് ഏൽപ്പിച്ച BMHൻ്റെ മാനേജ്മെൻറ്റിനോടും നന്ദി പറയുകയാണ്. അവരുടെ സപ്പോർട്ടും ടൈമിലിയുള്ള ഡിസിഷൻസുമാണ് ഈ ഒരു വേഗതയിൽ ഈ ഒരു പ്രൊജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് സ്പേസസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്ചറിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ വേണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.